ഗായ്സ്, അപ്പം നമ്മളിന്ന് അഴീക്കിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നൊങ്ങലാണ് കൂടുതലായിട്ട് ഇവിടെ അടിക്കുന്നത്. നൊങ്ങലിൻ്റെ കൂടെ കുട്ടൻ, പിന്നെ വറ്റ, അങ്ങനത്തെ ചെറിയ മീനൊക്കെ കിട്ടും. 30 കിലോമീറ്റർ താണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയും ചെറുതാണെങ്കിലും കിട്ടുന്ന മീൻ നമ്മൾ എടുക്കും. അപ്പോൾ എന്തായാലും മീൻ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കിട്ടാതിരിക്കുമൊന്നുമില്ല, നല്ലോണം അടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. തരാന്നെല്ലാം പറഞ്ഞ ജാതി തരാം. നോക്കി ചൂണ്ടക്കാരുണ്ടോ? ചൂണ്ടക്കാർ നിറച്ചുണ്ടേ, അപ്പുറത്തെല്ലാം ഉണ്ട്. ഏതായാലും അടിക്കാതിരിക്കൂല. എൻ്റെ മോനെ തരാന്നെല്ലാം പറഞ്ഞാൽ നല്ല വീട്ടിലെ തര കേട്ടാ. അപ്പോൾ നമ്മൾ ചൂണ്ട നിൽക്കാൻ വേണ്ടിയിട്ടിതാ രണ്ട് ഈയമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്തായാലും ചൂണ്ട നിൽക്കാതിരിക്കില്ല. അപ്പോൾ ഓക്കെ, ഇട്ട് നോക്കട്ടെ. പക്ഷേ നമ്മൾ പിടിക്കാൻ വന്ന സാധനം കേട്ടോ. ഇതാണ് നൊങ്ങൽ. ചില നാട്ടിൽ കതിരാനെന്നും പറയും കേട്ടോ. ഇതുപോലത്തെ ഇത്ര ചെറിയ സൈസേ കിട്ടുള്ളൂ. നല്ല കിടിലും ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപാടെ നല്ല പെരുമഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നവരെല്ലാം കുറേ പേര് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൊങ്ങലിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ കൂടുതലായിട്ട് അടിക്കുന്ന ഇവനാണ് കേട്ടോ, ഏട്ട. ഗൈസ്, ഇപ്പം മഴ പെയ്തിട്ട് ഇപ്പം നല്ലൊരു പെരുമഴ വന്നതാണ്. ഓക്കെ, ഭയങ്കര മോശ കാലാവസ്ഥ കേട്ടോ. നല്ല ഇപ്പോൾ ഒരു പെരുമഴ വന്നതാണ്. വന്നവർ പകുതിയും പോയി. നല്ല മഴയായതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാറ്റായതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. അവിടെ ആളെ എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ കാറ്റാണ്. അതുകൊണ്ട് എല്ലാവരും പോയിട്ടാണ്. ഇതിനകത്ത് കൂടുതലും ഏട്ട മാത്രമേ ഉള്ളൂ. ഇതോ 1-2 കുട്ടനും 2 നൊങ്ങലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര തിരയായതുകൊണ്ടാണ് മീൻ കിട്ടാത്തത്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ. ഓക്കെ.